ഹായ്, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്ഡാമി എന്നാണ്. സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. തമ്പനയിലിൽ എല്ലാവരും കണ്ടിട്ടുള്ള പോലെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വലിയധികം നിനക്ക് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ എനിക്കറിയാം ഞാൻ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന്. എൻ്റെ സ്കിന്നിൽ നല്ല ടാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേയൊക്കെ സ്കിന്നിനെ കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കിന്ന് ആ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് മാറിയത്. എപ്പോഴും എൻ്റെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, എൻ്റെ സ്കിന്നിന് ഇനിയും മാറാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ലെവലിൽ നിന്ന് ഇനിയും മാറാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഡാർക്ക് സ്പോട്ടും ഡാർക്ക് സർക്കിളൊക്കെ ഇനിയും ഉണ്ട്. പക്ഷേ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്കിൻ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഈ സമയത്ത് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്നെ ആ ഒരു നിലയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ പഠിക്കുന്ന ടൈമിൽ ഒരു 10ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിലോ പ്ലസ് ടുവിനൊക്കെ ആണെങ്കിലോ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറില്ല. പോകുമ്പോൾ നമ്മൾ ആദ്യം പൗഡർ ഇടും, പൊട്ടിടും, അങ്ങനെ അങ്ങ് പോകും. അത് മാത്രമായിരുന്നു സ്കിൻ കെയർ സംബന്ധിച്ച് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ക്ലെൻസിങ് പോലും ചെയ്യാറില്ലായിരുന്നു. എപ്പോഴും സോപ്പ് ഉപയോഗിച്ചായിരുന്നു ഫേസൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇടയ്ക്ക് എനിക്ക് സ്കിന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ ചെക്ക് ചെയ്തു. ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിയതിന് ശേഷം ഞാൻ പർപ്പിളിലാണ് ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നത്. പർപ്പിളിൽ ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ വാങ്ങി, ടോണർ വാങ്ങി, ഒപ്പം ഒരു സിറവും വാങ്ങി. എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രിയൊക്കെ ആയപ്പോഴായിരിക്കും കേട്ടോ. പ്ലസ് 2 ഒക്കെ എന്തായാലും കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ ഇത് മൂന്നും വാങ്ങിയത്. അപ്പോൾ പിന്നെ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് വാങ്ങി കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ ഉള്ളത് ഹിമാലയയുടെ ഫേസ് വാഷ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിയത്. ഫേസ് വാഷ് വാങ്ങി, മോയ്സ്ചറൈസർ വാങ്ങി, ടോണർ വാങ്ങി, സിറം വാങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മോയ്സ്ചറൈസർ വാങ്ങുന്നത് ബയോട്ടിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ടോണർ വാങ്ങി. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ആണ് റോസ്പിൻ്റെ ഒരു സിറവും വാങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും വാങ്ങിയതിന് ശേഷം ഞാൻ ഇത് രാവിലെയും വൈകിട്ടും കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 1 വീക്ക് ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ സ്കിന്നിന് വല്ലാതൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തേക്കാൾ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ സ്കിന്നിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായതെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അതിനുശേഷം ഞാൻ ഒരു 1 വീക്കും കൂടി ഇത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 2 വീക്കായി. അപ്പോൾ 2 വീക്ക് കൊണ്ട് എൻ്റെ സ്കിന്നിന് നല്ലൊരു മാറ്റം എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്ങും നൈറ്റ് ഞാൻ സിറം അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തു. അതിനൊപ്പം ഞാൻ വീട്ടിൽ നമ്മുടെ ഓരോ പാക്കുകളും ഓരോ ഫേഷ്യൽസും അങ്ങനെ നാച്ചുറലായിട്ടുള്ള എല്ലാം ചെയ്യും. അങ്ങനെ ടാനിങ് പോകാനായിട്ടുള്ളത് അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നിന് വല്ലാതെ മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്താണോ പ്രശ്നം എന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക. എൻ്റെ സ്കിന്നിൽ ഒത്തിരി പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസ് വന്ന് മാർക്സ് വരുന്ന ഭയങ്കര അധികം പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്രയും പിമ്പിൾസൊന്നും എൻ്റെ സ്കിന്നിലില്ല. പക്ഷേ കുറച്ച് പിമ്പിൾസ് വന്ന മാർക്സ് അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോഴും ചെറിയ എന്തെങ്കിലും കുരുക്കൾ വരികയാണെങ്കിലും അത് പാടാവും കേട്ടോ പെട്ടെന്ന്. അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പാണ് എൻ്റേത്. ഇപ്പോഴും പാടുകളൊക്കെ ഉണ്ട്, എന്നാലും വലിയ മുഖക്കുരു അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കാം. നമുക്ക് മുഖക്കുരു ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ നമ്മുടെ ചിലർക്ക് ടാനിങ് ആയിരിക്കും, ഫേസിൽ നന്നായിട്ടുണ്ടാവുക ടാനിങ് ആയിരിക്കും. അപ്പോൾ ആ ടാനിങ്ങിന് വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ അത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിള്, നമ്മുടെ ലിപ്പിൻ്റെ ചുറ്റും ഡാർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്കിന്നെ നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണോ പ്രശ്നം അത് നോക്കിയിട്ട് നമ്മൾ ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ സ്കിന്നിനെ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റും. എന്നെക്കൊണ്ട് പറ്റി ഇത്രയും ലെവൽ മാറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ്. ഭയങ്കര അധികം പിമ്പിൾസൊക്കെ വരുന്ന ഒരു സ്കിന്നായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഈ
വീഡിയോ കണ്ട് ആ ഒരു ഡേ തൊട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് മാറാൻ ശ്രമിക്കുക. നിങ്ങൾ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇനി എൻ്റെ വീഡിയോസ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളെ പ്രോബ്ലംസിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. മൂക്കുരുവിന് വേണ്ടിയിട്ടോ ടാനിങ് വേണ്ടിയിട്ടോ ഡാർക്ക് സർക്കിൾസ് അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇത് വേണമെങ്കിലും ഞാൻ വീഡിയോ നിങ്ങൾക്ക് കമൻറ്റ്സ് പറയുന്നത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് തുടർന്ന് പോയി നോക്കുക. നിങ്ങളുടെ സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം പ്രോപ്പറായി ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.